എല്ലാവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് +2 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്നതിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന സെക്ഷനാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്താണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ സൊല്യൂഷൻ ഈസ് സെഡ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഒബേ റാവൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻസ് ഓഫ് ദി സൊല്യൂഷൻ. എല്ലാ കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ എല്ലാ കണ്ടീഷനിലോ റാവൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനായിരുന്നു ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇഫ് എ സൊല്യൂഷൻ ഈസ് നോൺ ഐഡിയൽ ഇഫ് ഇറ്റ് നോട്ട് ഒബേ എന്താ റാവൾസ് ലോ അറ്റ് ഓൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓൾ കോൺസെൻട്രേഷൻസ്. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എ സൊല്യൂഷൻ ഈസ് സെഡ് ടു ബി നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇഫ് ഇറ്റ് നോട്ട് ഒബേ റാവൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻസ് അല്ലെങ്കിൽ ഓൾ കണ്ടീഷൻസ് ഈസ് സെഡ് ടു ബി നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ കാര്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഒരു റാവൾസ് ലോ പ്രകാരം ഒരു സൊല്യൂഷനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ സോൾവെൻറ്റിൻ്റെ കേസിൽ P of A is equal to P0 of A into chi A എന്നാണ്. അല്ലെങ്കിൽ PB is equal to P0 of B into chi B എന്നാണ്. അതുപോലെ തന്നെ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിൽ PS is equal to P0 of P0 of A chi A plus P0 of B chi B അല്ലെങ്കിൽ PA plus PB എന്നാണ്. ഇനി നമുക്കറിയാം ഡെൽറ്റ എച്ച് മിക്സിങ് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്നത് 0 ആണ്. ഡെൽറ്റ വി മിക്സിംഗ് എന്നത് 0 ആണ്. എന്തിൻ്റെ കേസിൽ? ഇൻ ദി കേസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. അപ്പം ഇതെല്ലാം നോട്ട് ഈക്വൽ ടു ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. PA not equal to P0 of A chi A. PB not equal to P0 of chi B. P0 B chi B. PS not equal to PA plus PB. Delta H mixing enthalpy of mixing not equal to 0. Enthalpy of volume mixing not equal to 0. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മുൻപ് ഇൻട്രാക്ഷൻ എഴുതിയായിരുന്നു AA പ്ലസ് BB AB. സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻറ്ററാക്ഷൻ ഇൻ ദി കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നതും നോട്ട് ഈക്വൽ ടു ആണ്. ദാറ്റ് മീൻസ് സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻറ്ററാക്ഷൻ ഈസ് നോട്ട് സെയിം ആസ് that of the solute interaction and solvent interaction. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ആദ്യത്തെ കേസിൽ പഠിക്കാം. അതായത് ഒന്നും ഈക്വൽ അല്ല. ഒരു ഐഡിയൽ കണ്ടീഷൻ, ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ കൂട്ട് ഇങ്ങനെയുള്ള റാവൾസ് ലോയും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് അല്ല നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിത് ജനറലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പാണ്. അതിലെ ഫസ്റ്റ് വണ്ണാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. അടുത്ത സെക്കൻഡ് വണ്ണാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. എന്താണ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും നോൺ ഐഡിയൽ സൊല്യൂഷനിൽ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താ? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ പാരാമീറ്റേഴ്സിലും പോസിറ്റീവായിട്ടുള്ള ഒരു ഡീവിയേഷൻ അവിടെ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഓരോ കേസും നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ് നമ്മൾ പറയുന്നത്? PA എല്ലാവർക്കും അറിയാം ഇസ് ഈക്വൽ ടു P0 of A chi A ആണ് എന്ന്. പക്ഷേ ഇൻ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിരിക്കും. അതായത് P of A എന്നത് P0 of chi യേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അതുപോലെ തന്നെ PB എന്നത് ഗ്രേറ്റർ ദാൻ P0 of B chi B എന്നതാണ്. അതുപോലെ PS എന്നത് ഗ്രേറ്റർ ദാൻ PA പ്ലസ് PB ആണ്.
ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ഇൻ്ററാക്ഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഇൻ്ററാക്ഷൻ കേസിൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ എ ബി. ഇവിടെ സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സോൾവെൻ്റ് ഇൻട്രാക്ഷൻ ആൻഡ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എ സോൾവെൻ്റ് ആണെന്നും ബി സൊല്യൂട്ട് ആണെന്നും ഒക്കെ നമ്മൾ നമ്മുടെ മുൻപിലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് കാണാതെ ഇത് വീഡിയോ കാണുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസ് കൂടെ നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് എങ്ങനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസിയായി വരച്ച് കാണിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാമല്ലോ. മുൻപ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷനും വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ 2 ആക്സിസ് വരച്ചു. ഫസ്റ്റ് 1 PA ആണ്, സെക്കൻഡ് 1 PB ആണ്. അതാണ് അതിൻ്റെ പ്രഷർ, വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റും അതുപോലെ സൊല്യൂട്ടും അത് തമ്മിൽ കണക്ട് ജോയിൻ ചെയ്ത് വരച്ചു. ഇവിടെ PA ആയതുകൊണ്ടിട്ട് ഇവിടുത്തെ വാല്യൂ ആക്സിസിൻ്റെ ഏറ്റവും താഴെ ആയതുകൊണ്ട് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്നത് 0 ആയിരിക്കും. കൈ A എന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് കൈ B എന്നത് 1 ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് P0 വരെ എത്തണം. P0 എന്നത് ഈ ഒരു പോയിൻ്റാണ്. അവിടത്തേക്ക് നമുക്ക് ഡോട്ടഡ് ലൈൻസ് വഴിയാണ് അങ്ങോട്ട് എത്തുന്നത്. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വരച്ചത്. ഇനി നമുക്ക് PB എന്നതിൻ്റെ താഴെ നമുക്ക് കൈ B എന്നത് 0 ആണെന്നറിയാം. ദാറ്റ് മീൻസ് അവിടുത്തെ കൈ A എന്നത് 1 ആണ്. കൈ A പ്ലസ് കൈ B = 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അടുത്ത നമുക്ക് ഇവിടെ നിന്നിട്ട് P0 വരയ്ക്കണം. P0 ഇതിന് ലെവലിന് തൊട്ട് താഴെ. അപ്പോൾ ഇതാണ് P0 എന്ന പോയിന്റ്. അത് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് വരച്ചു. P0 ഇത് നമുക്ക് P0 P0 തമ്മിൽ അടുത്ത ഡോട്ടഡ് ലൈൻ വരച്ചിട്ട് അതാണ് PS എന്ന് പറയുന്നത്, PA പ്ലസ് PB. എന്നാൽ ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന ഒരു കാര്യമാണ്. പോസിറ്റീവ് ഡീവിയേഷൻ മീൻസ് നമ്മൾ ആക്ച്വൽ ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ ഈ ഡോട്ടഡ് ലൈൻസ് ആണ് ഒബേ ചെയ്യുക. എന്നാൽ ഇതിനേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കുന്ന വരെയായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ കാണുക. ദാറ്റ് മീൻസ് ഇവിടെയും എങ്ങനെ പോകും? ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇവിടെയും ഇങ്ങനെയായിരിക്കും അതിൻ്റെ വാല്യൂ. ഇവിടെയും ഇങ്ങനെയായിരിക്കും അതിൻ്റെ വാല്യൂ. PS എന്നത് P(A) പ്ലസ് P(B) ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ വരച്ച് കാണിക്കുന്നത്. എല്ലാവർക്കും എളുപ്പമായിട്ട് മനസ്സിലായി കാണുമല്ലോ. ആദ്യം P(A)യും PAയും PBൻ്റെ ആക്സിസ് എടുത്തു. അതിൻ്റെ താഴെ അത് 0 ആയതുകൊണ്ടിട്ട് കൈ A 0 കൊടുത്ത്, മോൾ ഫ്രാക്ഷൻ 0 കൊടുത്ത്. ദാറ്റ് മീൻസ് കൈ B 1 ആണെന്നറിയാം. അവിടെ നിന്ന് നമ്മൾ P0 വരച്ചു. അതിനുശേഷം PBൻ്റെ താഴെ കൈ B 0 ആണെന്നറിയാം. അതിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടിട്ട് തന്നെ അതുകൊണ്ട് തന്നെ കൈ A അവിടെ 1 ആണ്. നമുക്ക് അതിൻ്റെ റിലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കൈ A പ്ലസ് കൈ B = 1 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഡെൽറ്റ എച്ച് മിക്സിംഗ്. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായതിൻ്റെ മീനിങ് എന്താണ്? ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ഷോസ് ചെയ്യുന്ന ഒരു സൊല്യൂട്ടും സോൾവെൻറ്റ് തമ്മിൽ മിക്സ് ചെയ്താൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻ മിക്സ് ചെയ്ത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്താൽ അവിടെ എന്തുണ്ടാവും? അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? പറഞ്ഞ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് മിക്സിംഗ്, എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കാം ഡെൽറ്റ വി മിക്സിങ്ങും ഡെൽറ്റ വോളിയം മിക്സിങ്ങും = പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളത് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ട എക്സാമ്പിൾസ് നോക്കാം. മെത്തനോൾ പ്ലസ് വാട്ടർ, എളുപ്പമല്ലേ പഠിക്കാൻ? മെത്തനോൾ പ്ലസ് വാട്ടർ. അതുപോലെ തന്നെ എത്തനോൾ പ്ലസ് വാട്ടർ. എത്തനോളൊക്കെ എന്താണെന്നറിയാമല്ലോ, എത്തനോൾ പ്ലസ് വാട്ടർ. അപ്പം മെത്തനോൾ പ്ലസ് വാട്ടറും എത്തനോൾ പ്ലസ് വാട്ടറും എന്തിന് എക്സാമ്പിളാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നതിന് എക്സാമ്പിളാണ്. ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് പ്ലസ് ബെൻസീൻ എന്ന സൊല്യൂഷനും എക്സാമ്പിളാണ്. അതുപോലെ തന്നെ CCl4 പ്ലസ് CHCl3
CHCl3. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ എന്തൊക്കെ? ഇത് രണ്ടും പഠിച്ചാൽ മതി. മെഥനോൾ പ്ലസ് വാട്ടർ ഉണ്ട്, എഥനോൾ പ്ലസ് വാട്ടർ, അതിനുശേഷം CCl4 പ്ലസ് ബെൻസീൻ, CCl4 പ്ലസ് CHCl3 എന്താ? ക്ലോറോഫോം. അപ്പോൾ അതൊക്കെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾസ് ആണ്. അടുത്ത നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന കാര്യം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? അടുത്തായിട്ട് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന സൊല്യൂഷനെ കുറിച്ച് പഠിക്കാം. എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ? അപ്പോൾ സെക്കൻഡ് ടൈപ്പ് സൊല്യൂഷൻ ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഐഡിയൽ സൊല്യൂഷനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് പറയുമ്പം ഇതിന് ചെറിയ വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേറ്റ് ചെയ്ത വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് വേപ്പർ പ്രഷർ റാവൾസ് ലോ വെച്ചിട്ട് തന്നെ പറയാമല്ലോ. P(A) എന്നത് ഈസ് ലെസ് ദാൻ P0(A) കൈ ആയിരിക്കും. ഇനി P(B) എന്നത് ലെസ് ദാൻ P0(B) കൈ B ആയിരിക്കും. ഇനി P(S) വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ PA പ്ലസ് PB ആയിരിക്കും. ഇനി അടുത്ത എന്താണ് നമുക്ക് പറയാനുള്ളത്? സെക്കൻഡ് കേസ്. അപ്പോൾ AA പ്ലസ് BB ഈസ് ലെസ് ദാൻ AB. ഇവിടെ ഇൻ്ററാക്ഷൻ്റെ കേസ് നമുക്ക് പറയാൻ കഴിയുമ്പോൾ A സോൾവെൻ്റ് ആണെന്നും B സൊല്യൂട്ട് ആണെന്നും അറിയാം. അപ്പോൾ സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സോൾവെൻ്റ് ഇൻട്രാക്ഷൻ ആൻഡ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. മനസ്സിലായോ? സോൾവെൻ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സോൾവെൻ്റ് ഇൻട്രാക്ഷൻ ആൻഡ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഇൻ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഡെൽറ്റ എച്ച് മിക്സിങ്ങിൻ്റെയും വി മിക്സിൻ്റെയും കൂടെ പറയാം. അപ്പം തേർഡ് വൺ ഡെൽറ്റ എച്ച് മിക്സിങ്. എൻതാൽപ്പി ഓഫ് മിക്സിങ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഈസ് നെഗറ്റീവ്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിങ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാം. which means that delta H mixing enthalpy of mixing of the components നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് ടൈപ്പ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്? അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. എക്സോതെർമിക് അല്ലേ? അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സിംഗ് എന്ന് പറയുന്നത് വോളിയം ഓഫ് മിക്സിംഗ് ഇൻ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നതും ഈസ് ലെസ് ദാൻ 0 എന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇൻ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. അടുത്ത് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഗ്രാഫൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വരയ്ക്കാൻ ഓക്കെ ആയോ? നമ്മൾ കുറേ ഗ്രാഫുകളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അടുത്ത പറയാൻ പോണത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഴയതുപോലെ ആക്സിസ് വരച്ചു. ഇവിടെ ആരെയും എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇവിടെ നമ്മൾ PA ആണ്, വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ്. ഈ ആക്സിസ് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് PB ആണ്. അപ്പോൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെ P ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ A കമ്പോണൻറ്റിൻ്റെ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് കൈ B എന്നത് 1 ആയിരിക്കും. ഇവിടെ PB ആയതുകൊണ്ടിട്ട് ഇവിടെ കൈ B എന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് കൈ A എന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ പ്രകാരം P0(A) ഇവിടെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ട് P0(A) നമുക്കിവിടെ കിട്ടി. അടുത്ത നമുക്ക് ഇവിടെ നിന്നിട്ടും P0(B) നമുക്ക് ഏകദേശം ഇതിന് താഴെയായിട്ട് ഇവിടെ കിട്ടണം അല്ലേ? P0(B). അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ട് P0(B)യും കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് സം ഡീവിയേഷൻസ് ഫ്രം ദിസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഗ്രാഫിന് നെഗറ്റീവായിട്ട് വരണം. അതിന് മുമ്പിട്ട് നമുക്ക് സൊല്യൂഷൻ്റെയും കൂടെ വരച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വാല്യൂ കിട്ടണം. ഇതിൽ നിന്ന് കുറച്ച് താഴേക്ക് വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ വരച്ചപ്പോൾ മുകളിലേക്കാണ് വരച്ചത്. അതുപോലെ ഇവിടെയും താഴെ, ഇനി ഇവിടെയും താഴെ. അപ്പോൾ ഇതാണ് PS = PA പ്ലസ് PB എന്ന് പറയുന്നത്. PS = ആണോ? അത് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസ് അല്ലേ? ഈസ് ലെസ് ദാൻ PA പ്ലസ് PB ഇൻ കേസ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി നമുക്കിതിൽ പറയാനുള്ളത് എക്സാമ്പിൾസ് ആണ് അല്ലേ? അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് എളുപ്പം പഠിക്കാം. HCl പ്ലസ് വാട്ടർ
HCl പ്ലസ് വാട്ടർ. അതുപോലെ തന്നെ H2SO4 പ്ലസ് വാട്ടർ. ഇപ്പോൾ HCl പ്ലസ് വാട്ടറും H2SO4 എന്താ സൾഫ്യൂരിക് ആസിഡ്, HCl എന്താ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ HCl പ്ലസ് വാട്ടറും H2SO4 പ്ലസ് വാട്ടറും എന്തിന് എക്സാമ്പിളാണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. അസറ്റോൺ പ്ലസ് ക്ലോറോഫോം CHCl3, അതുപോലെ തന്നെ അസറ്റോൺ പ്ലസ് CH2Cl2. അപ്പം ഈ രണ്ടെണ്ണവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റുമല്ലോ, HCl വാട്ടർ H2SO4 വാട്ടർ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ അതിന് എക്സാമ്പിൾസ് എന്തായാലും നമ്മൾ പഠിച്ചത് മെത്തനോൾ പ്ലസ് വാട്ടറും എത്തനോൾ പ്ലസ് വാട്ടറും. അപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷനും ഐഡിയൽ സൊല്യൂഷനും ഒരുവിധമെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.